ഹലോ, സായി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും അറിയണ തന്നെയാണ്, എന്നാലും ഒന്നുകൂടി പറഞ്ഞുതരാം. പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞത്. ആദ്യം ചിക്കന് നല്ലോണം കഴുകി വൃത്തിയാക്കി ഒരു ബൗളിൽ എടുത്ത് വെക്കുക. പിന്നെ എൻ്റെ കയ്യിൽ ബിരിയാണി മസാല ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഒരു പാക്കറ്റ് ബിരിയാണീൻ്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടിങ്ങാണ്ട് ചെറിയ ജാറിൽ എല്ലാം കൂടി ഇട്ടുങ്ങാണ്ട് ഒന്ന് അടിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം പൊടിയായി ചിലർക്ക് പൊടിയായി കിട്ടണമെന്നുണ്ടാവില്ല. ഞാൻ നല്ലോണം പൊടിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് കിട്ടിയത്. പിന്നെ നേരത്തെ കാണിച്ച് വെച്ചിരുന്ന പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി ചെറിയുള്ളി എല്ലാം കൂടിയിട്ട് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടുകൊണ്ട് അടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ പുതിയതായിട്ട് തുടങ്ങിയ ചാനലാണ്. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇതെല്ലാം കൂടി ഒരുമിച്ച് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കുക, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒന്ന് ചതച്ചെടുത്താൽ മതി. അപ്പോൾ അത് ചതച്ചെടുത്ത് കിട്ടിയിട്ടുണ്ട്. ചതച്ച് കിട്ടിയത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇനി നമുക്ക് മസാല ഇടാം. കുറച്ച് മുളകും പൊടി, ഗരം മസാല, കുറച്ച് കുരുമുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഒക്കെ നമ്മളെ ആവശ്യം എത്രയെന്ന് വെച്ചെങ്കിൽ അതുപോലെ കേട്ടോ. സ്പൂണിൻ്റെ കണക്ക് ഞാൻ പറയുന്നില്ല. അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കണം. കുറച്ച് ചതപ്പ് ഇട്ടിട്ടുണ്ട്. ആദ്യം ചിക്കൻ പൊരിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് മസാല ഉണ്ടാക്കുമ്പോൾ ആ സമയത്ത് ഇട്ടെടുത്താലും മതി. ഇതുപോലെ എല്ലാ ഭാഗത്തും പിടിക്കാനായിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. സ്പൂൺ കൊണ്ട് ഇളക്കി ചേർത്താൽ എല്ലാ ഭാഗത്തും പിടിക്കില്ല എന്ന് വെച്ചിട്ടാണ് കേട്ടോ കൈ കൊണ്ട് ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും മസാല ആയിന്ന് ഒന്ന് ഉറപ്പ് വരുത്തണം, എന്നാലേ അത് പൊരിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി അടുപ്പത്ത് തന്നെയാണ് നമ്മൾ വെക്കുന്നത്. ചീനച്ചട്ടിയിൽ ചൂടായിക്കണ്. അപ്പോൾ കുറച്ച് പറഞ്ഞാൽ 200 ml 300 വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. അത് ഓയിലാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇവിടെ വെളിച്ചെണ്ണ ഉണ്ടായതുകൊണ്ട് വെളിച്ചെണ്ണ എടുത്തു എന്നുള്ളൂ. അപ്പോൾ വെളിച്ചെണ്ണ ഇപ്പോൾ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഇനി കുറച്ച് നമുക്കൊന്ന് ഇട്ട് കൊടുത്ത് നോക്കാം. ഞാനിട്ടപ്പോൾ ആ ചട്ടിൻ്റെ ഒരു സൈഡിലേക്കാണ് പോയത്. എൻ്റെ നടുക്ക് തന്നെ വരണ്ടി വന്നിരുന്നു. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ഇട്ടുങ്ങാണ്ട് ഒന്ന് നല്ലോണം ചൂടായിങ്ങാണ്ട് മുരിയണ്ട, ഒരു പാകത്തെ ചൂടിലെടുക്കുക. കാരണം നമ്മൾ ദമ്മിലിടുമ്പോഴും ചിക്കനല്ലേ, അതിൽ കടന്നിട്ട് വേവും. അപ്പോൾ ഇങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് നമുക്ക് കുറച്ച് എടുത്തുങ്ങാണ്ട് പൊരിച്ച് മാറ്റി വെക്കുക. ചിക്കൻ പൊരിക്കൽ അത് ഏതാണ്ട് തീരാറായിരിക്കും കേട്ടോ. ഇനി കുറച്ചും കൂടി ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് അത് വാട്ടാൻ അതിൻ്റെ മസാല ഉണ്ടാക്കാൻ 4 വലിയുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ചിക്കൻ പൊരിക്കൽ കഴിഞ്ഞിട്ട് കാണിച്ച് തരാമെന്ന് കരുതിയ വീഡിയോ ആണ്. അത് ഇതിൻ്റെ അടിയിൽ പെട്ടതാട്ടോ. നമ്മളങ്ങനെ തന്നെ കാണുക. അത് കഴിഞ്ഞിട്ടാണ് അത് ചെയ്യേണ്ടത്. ചട്ടിയൊക്കെ കറക്കൽ തുടങ്ങിയിരിക്കുന്നു. എല്ലാവരുടെ വീട്ടിലും ഇങ്ങനെ തന്നെ ആവൂലേ. ഒന്ന് പാളിപ്പോയോണ്. അപ്പോൾ ആ നേരത്തെ എടുത്ത് വെച്ച 4 വലിയുള്ളി അത് നമ്മൾ അരിഞ്ഞങ്ങാണ്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണ്ടത് ചട്ടിക്ക് കുറച്ച് ഓയിൽ. ആ ചട്ടിൻ്റെ ബാക്കിൽ കുറച്ച് എണ്ണയൊക്കെ തടവി കൊടുത്തിട്ടാണ് അടുപ്പിലേക്ക് വെച്ചിരിക്കുന്നത് കേട്ടോ, അല്ലെങ്കിൽ ആകെ കരി പിടിക്കും. അപ്പോൾ ഓയിൽ വാർന്നിട്ടുണ്ട്. അതിലേക്ക് ഓയിലല്ല, നേരത്തെ ചിക്കൻ നമ്മൾ പൊരിച്ചതിൻ്റെ എണ്ണയാണ് ഇതിലേക്ക് പാർന്നിട്ടുള്ളത് കേട്ടോ. അതിലേക്ക് വലിയുള്ളി, പിന്നെ ഒരു ചെറിയ തക്കാളിയാണ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ 5-6 തക്കാളി എടുത്തേക്കണം, അല്ലെങ്കിൽ ഒരു 3 തക്കാളി ആയാലും മതി വലുതാണെങ്കിൽ. അതെടുത്തിട്ടുണ്ട്. അതും ഇതിലേക്കൊന്ന് ചേർക്കുന്നുണ്ട്. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കിയിട്ട് ഉള്ളി ഒരു പകുതി വേവായിട്ടുണ്ടാവും. ആ സമയത്തൊക്കെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ച
ചതവ് ചേർത്ത് കൊടുക്കുക, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇപ്പം ഏകദേശമൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടാൽ തന്നെ അറിയില്ലേ. ഇനിയിപ്പോൾ ഇതിലേക്ക് മസാലകളാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. മല്ലിപ്പൊടി, മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, വലിയ ജീരകത്തിൻ്റെ പൊടി, പിന്നെ കുറച്ച് കുരുമുളക്. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ഇടുക. അപ്പോൾ ഏകദേശം അത് ഒന്ന് ലെവലായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു പുളിക്ക് കുറച്ച് തൈര് വാർന്ന് കൊടുക്കുന്നുണ്ട്. ചില ആൾക്കാർ നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കും. ഞാൻ നാരങ്ങ എടുത്തിട്ടില്ല, തൈരാണ് എടുത്തിട്ടുള്ളത്. 3-4 സ്പൂൺ എടുത്ത് കൊടുക്കുക. ഇനി പുളിക്കനുസരിച്ച് വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ കുറച്ച് മല്ലിയില, കറിവേപ്പിൻ്റെ ഇല ഇട്ടിട്ടുണ്ട്. ഇതൊന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. മല്ലിയും ചപ്പും കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട്. ബിരിയാണിക്ക് നമുക്ക് അതിൻ്റെ ഒരു സ്മെല്ലും ഇതാണല്ലോ കൂടുതൽ വരിക. അതുകൊണ്ട് ചപ്പും പുതിനയും കൂടുതലിടുക. ഇനിയിപ്പോൾ ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് ഇതിലേക്ക് നേരത്തെ പൊരിച്ച് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേവാനൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് നമുക്ക് അടുപ്പത്തുനിന്ന് വാങ്ങി വെക്കാം. ഒന്നും കൂടി ആ എണ്ണയിലൊന്ന് കിടക്കണം എന്നുള്ളൂ, കൂടുതൽ നേരം കിടക്കണ്ട. മഞ്ഞൾപ്പൊടി കുറച്ച് കുറവാക്കിയിട്ടതുകൊണ്ടാണ് കേട്ടോ ഈ കളറ്. അല്ലെങ്കിൽ ഫുള്ളായിട്ടൊരു മഞ്ഞ കളറിൽ വരും ചോറും കൂട്ടാനൊക്കെ. ഇനി അടുത്തത് നമ്മൾ വെള്ളം തിളച്ചിട്ടുണ്ട് ഒരടുപ്പത്ത്. അരി ഇടാനായിരിക്കണം കേട്ടോ. അരിയല്ല, ഉപ്പിട്ടിക്കണം. 1 കിലോ അരിയാണ് ഇടുന്നത്. അത് വേവായി കിട്ടാനും അധികം സമയമൊന്നും വേണ്ട. അപ്പോൾ ആദ്യം ചോറ് വേകുമ്പോഴത്തേന് കുറച്ച് ഉള്ളിയും ക്യാരറ്റും നമുക്ക് മൂപ്പിച്ചെടുക്കാണ്ട്. അപ്പോൾ കുറച്ച് ഓയിലും നെയ്യും ഒക്കെ പാർന്നിട്ട് എണ്ണ ചൂടാക്കുക. നെയ്യ് ഒരു 2-3 സ്പൂൺ ഉണ്ടാവും. 1 കിലോ ചോറല്ലേ. അപ്പോൾ ഉള്ളി ഇട്ടിക്കണ്, ക്യാരറ്റും ഇട്ടുങ്ങാണ്ട് അതൊന്ന് കോരി വെക്കണം. അതവിടെ മൂപ്പായി വരുമ്പോഴത്തേന് നമുക്ക് മസാലൻ്റെ മേലെ ഒരു വാഴൻ്റെ ഇല വെച്ചിട്ട് ചോറേക്ക് ഊറ്റിയിടണം. അപ്പോൾ അതൊന്ന് റെഡിയാക്കി വെക്കണം ആദ്യം. വാഴൻ്റെ ഇല വെച്ചപ്പോൾ ഉള്ളി ഇവിടെ ചോക്കൽ തുടങ്ങി കേട്ടോ. അങ്ങനെ ചോറ് കുറച്ച് ഊറ്റിയിട്ടിക്കണ്. അതിൻ്റെ മേലേക്ക് ഇങ്ങനെ ദമ്മിടൽ നിർത്തി. നേരത്തെ പൊടിച്ച് വെച്ചിന് ഗരം മസാലയും പിന്നെ പുതിനൻ്റെ ഇലയും ചപ്പും കുറച്ച് ഉള്ളിയും ക്യാരറ്റും മൂപ്പിച്ചതും ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ളവർക്ക് കുറച്ച് തൈര് ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ അച്ചാറൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പോൾ കുറച്ച് തൈര് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ക്യാരറ്റും ഒരു ചെറിയൊരു തക്കാളിയും മുളകും ചപ്പും ഉള്ളിയും കേട്ടോ. അതൊക്കെ എല്ലാവർക്കും അറിയണ തന്നെയാണ്. എന്നാലും അങ്ങനെ ചോറ് ദമ്മെന്ന് പൊട്ടിച്ചാണ്. മേലോടൊക്കെ ഫുള്ള് വെള്ള റൈസാണ് കേട്ടോ. നമ്മൾ താഴെ വാഴൻ്റെ ഇല വെച്ചതുകൊണ്ട് അധികം മഞ്ഞ കളറ് കയറിയിട്ടില്ല. ഞാൻ കത്തി കൊണ്ട് ചെറിയൊരു കീറൽ കൊടുത്തിരുന്നു. അതൊക്കെ കുറച്ചൊക്കെ കിട്ടി. ഇളക്കുമ്പോൾ അടിയിൽ വെള്ളച്ചോറും മേലെ മഞ്ഞച്ചോറൊക്കെയാണ്. ഇനി ഇതിലേക്ക് നെയ്യാണ് ഒഴിക്കാനുള്ളത്. അപ്പോൾ നേരത്തെ ഉള്ളിയും ക്യാരറ്റൊക്കെ മൂപ്പിച്ചതിൻ്റെ ബാക്കി നെയ്യുണ്ട്, അതൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്കാണെങ്കിൽ കുറച്ചുകൂടി നെയ്യ് ഒഴിക്കാം കേട്ടോ. അപ്പോൾ ചോറ് റെഡിയായി. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ കഴിക്കാനുള്ള ധൃതിയിലാണ്. അവിടെ ഒരാൾ കാത്തിരിക്കുന്നുണ്ട് കഴിക്കാൻ. അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കണം. ആദ്യമായിട്ട് തുടങ്ങുന്ന ചാനലാണ്.
തെറ്റുകളൊക്കെ ഒരുപാടുണ്ടാവും കേട്ടോ. അപ്പോൾ അഭിപ്രായം പറയാനുള്ള ആൾ ജുമൊക്കെ കഴിഞ്ഞ് വന്നുകൊണ്ട് കഴിക്കണം. കൊള്ളാം അല്ലേ? അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ